പ്രധാനമന്ത്രിയുടെ വസതിയിൽ ഉന്നതതല യോഗം ചേർന്നു. 3 സേനാ മേധാവികൾ, പ്രതിരോധ മന്ത്രി, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കൾ എന്നിവർ പങ്കെടുത്തു. ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, കഴിഞ്ഞ ദിവസം വെടിനിർത്തൽ കരാറുമായി മുന്നോട്ട് വന്ന പാകിസ്ഥാൻ പക്ഷേ മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ അത് ലംഘിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. നിതാന്ത ജാഗ്രതയിൽ തന്നെയാണ് ഭാരതം നിലപാട് തുടർന്നത്. അതുകൊണ്ട് തന്നെ കനത്ത തിരിച്ചടി തന്നെയാണ് പാക് പ്രകോപനത്തിന് മറുപടിയായി നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വസതിയിൽ ഇന്ന് ചേർന്ന ഉന്നതതല യോഗത്തിൽ എന്തെല്ലാം നിർണായക തീരുമാനങ്ങളിലേക്കായിരിക്കും എത്തിച്ചേർന്നിരിക്കുക? രോഹിണി, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിൽ ഇന്ന് ചേർന്ന യോഗം പ്രധാനമായും ചർച്ച ചെയ്തത് ഇന്നലെ വെടിനിർത്തൽ നിലവിൽ വന്നതിന് ശേഷമുള്ള സാഹചര്യങ്ങൾ തന്നെയാണ്. കാരണം വെടിനിർത്തൽ ധാരണയിൽ ഇന്നലെ വൈകിട്ട് 5 മണിക്ക് ഇരു രാജ്യങ്ങളും വന്നു. അതിനുശേഷം അതിർത്തിയിലുണ്ടായിട്ടുള്ള പ്രകോപനങ്ങൾ ഭാരതം വളരെ ഗൗരവമായാണ് നോക്കിക്കാണുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ട്. ഈ 7 ലോ കല്യാൺ മാർഗിലാണ് ഈ വിശദമായ യോഗം ചേർന്നത്. പ്രധാനമന്ത്രിക്കൊപ്പം 3 സേനകളുടെ തലവന്മാരും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും ഉണ്ടായിരുന്നു. ഇന്നലെ ഈ വെടിനിർത്തൽ കരാറിൽ ധാരണ എത്തിയതിനു ശേഷമുള്ള സാഹചര്യം പ്രധാനമായും ചർച്ച ചെയ്തു. വൈകിട്ട് 7 മണി മുതൽ 10 മണി വരെ പാകിസ്ഥാന്റെ പ്രകോപനം പല സ്ഥലങ്ങളിലായി ഉണ്ടായിരുന്നു. ശ്രീനഗറിലും ജമ്മുവിലും ഉണ്ടായിരുന്നു. മാത്രമല്ല അതിർത്തിയിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കകം വീണ്ടും വെടിയുതിർക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരം വിഷയങ്ങളൊക്കെ തന്നെയാണ് പ്രധാനമായും ഇന്നത്തെ ഈ യോഗം വിലയിരുത്തിയത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ അതിർത്തി ശാന്തമാണ്. ഇന്ന് രാവിലെ മുതൽ ഒരു തരത്തിലുമുള്ള അനിഷ്ട സംഭവങ്ങൾ ജമ്മു കാശ്മീരിലെ നിയന്ത്രണ രേഖയിലോ ജമ്മു ഉൾപ്പെടെയുള്ള പഞ്ചാബ്, രാജസ്ഥാൻ, ഗുജറാത്ത് അടങ്ങുന്ന സ്ഥലങ്ങളിലൂടെ കടന്നു പോകുന്ന രാജ്യാന്തര അതിർത്തിയിലോ സംഭവിച്ചിട്ടില്ല. എങ്കിൽ പോലും വളരെ ജാഗ്രതയോടുകൂടി സൈന്യം അവിടെ നിലയുറപ്പിച്ചിരിക്കുകയാണ്.